ഹായ് എവ്രി വൺ. പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റിന്റെ മറ്റൊരു ലെക്ചർ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഇതുവരെ നമ്മൾ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് എൻവയോൺമെന്റൽ ഇഷ്യൂസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, ദെൻ ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ്, അതായത് പൊല്യൂഷൻ പോലുള്ള കാര്യങ്ങളെ പറ്റിയും റിലേറ്റഡ് കൺസെപ്റ്റുകളെ പറ്റിയും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ എനർജി സോഴ്സുകളെ പറ്റിയും ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ പോകുന്നത് ലൈക്ക് മേജർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എൻവയോൺമെന്റൽ കൺസർവേഷൻ. എൻവയോൺമെന്റ് കൺസർവേഷനുമായി ബന്ധപ്പെട്ട ഇന്റർനാഷണൽ എഫേർട്സിനെ പറ്റിയാണ് ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ ആം ഓഡിബിൾ റൈറ്റ്? കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, ഫൈൻ. സോ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ എഫേർട്ട് ടു പ്രിസർവ് എൻവയോൺമെന്റ്, ഇതാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഏരിയ. ഓക്കെ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ എഫേർട്സ് ടു പ്രിസർവ് എൻവയോൺമെന്റ്. അതിൽ തന്നെ ഇന്റർനാഷണൽ എഫേർട്ടിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാഷണൽ എഫേർട്സ്, അതായത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, പിന്നെ സോളാർ മിഷൻ പോലുള്ള നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതെല്ലാം നമ്മൾ നെക്സ്റ്റ് ലെക്ചറിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ് മി സ്റ്റാർട്ട്. ഇന്റർനാഷണൽ എഫേർട്സ് ടു പ്രൊട്ടക്ട് എൻവയോൺമെന്റ്. അതിൽ നമ്മൾ ആദ്യം പറയുന്നത് മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ മോൺട്രിയൽ പ്രോട്ടോകോൾ is a on substances that deplete the ozone layer is an international energy environmental treaty designed to protect Earth's ozone layer. അതായത് 1980s നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിരുന്നു നമ്മുടെ ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ O3യുടെ പ്രൊട്ടക്ഷൻ ആണ്. നമ്മളുടെ O3 പ്രൊട്ടക്ഷൻ ആക്ച്വലി സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻ ഒക്കെ ഭൂമിയിലെത്തുന്നതിൽ നിന്നും തടയുന്ന ഈ ഒരു പ്രൊട്ടക്ഷൻ ലെയർ ആണ്. ആ ലെയറിന്റെ തിക്നെസ് കുറയുന്നു. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പഠിച്ചപ്പോൾ ഓസോൺ ഡിപ്ലീറ്റിംഗ് ആയുള്ള സബ്സ്റ്റൻസസ് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നത് മനസ്സിലാക്കുകയും അതുകൊണ്ട് ഇന്റർനാഷണലി തന്നെ ഒരു എഫേർട്ട് എടുത്തിട്ട് ഈ പറയുന്ന ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിന്റെ യൂസ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അതാണ് ആക്ച്വലി മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, so Montreal Protocol on substances that deplete ozone layer is an international environmental treaty designed to protect its ozone layer. It is widely regarded as one of the most successful international environmental agreements ever negotiated. Because അതിനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഒരു പരിധി വരെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് ഏരിയയിൽ. ഓക്കെ, സൗത്ത് പോളിലെയും അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിലെ നോർത്തേൺ ഹെമിസ്ഫിയറിലൊക്കെ ആയിട്ട് പ്രീവിയസ് കൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ വളരെയധികം നമ്മൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു പരിധിവരെ അടുത്ത ഒരു 50 yearsനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ട് ഓസോൺ ലെയർ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ നമ്മൾ ഉപയോഗിച്ചിരുന്ന CFCs പോലെ, CFC ഉണ്ടല്ലോ, ക്ലോറോഫ്ലൂറോ കാർബൺ, അതുപോലെയുള്ള കൂളൻസ് നമ്മളിപ്പോ റെഫ്രിജറേറ്ററിലും അതേപോലെ AC-യിലും ഒക്കെ കൂളൻസ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഈ CFCs ആണ്. ഈ CFCs നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ റിലീസ് ചെയ്യപ്പെടുകയും അത് നമ്മുടെ ഓസോൺ ലെയറിനെ നശിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഓസോൺ ലെയറിനെ നശിപ്പിക്കുന്ന മേജർ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെ ഉപയോഗം നിർത്തി, അതായത് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് ഉപയോഗിക്കാതെ മറ്റ് സബ്സ്റ്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു പ്രോട്ടോകോൾ ടാർഗറ്റ് ചെയ്തിരുന്നത്. ആൻഡ് ഇതുവരെയുള്ള ഏതൊരു പ്രോട്ടോകോൾ എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇതുവരെയുള്ള ഏതൊരു ഇന്റർനാഷണൽ എഫേർട്സ് എടുത്തു കഴിഞ്ഞാലും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റി എന്ന് പറയുന്നത് മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. സോ ദിസ് പ്രോട്ടോകോൾ വാസ് അഡോപ്റ്റഡ് ഓൺ September 16, 1987 in Montreal, Canada, and entered into force on January 1, 1989. 1989 തൊട്ടാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എൻഫോഴ്സ് ചെയ്യപ്പെട്ടത്. നമ്മളോട് ഇത്തരത്തിലുള്ള പ്രോട്ടോകോൾ എൻഫോഴ്സ് ചെയ്തിരുന്ന ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഇയർ ചോദിച്ചിട്ടുണ്ട്. ആ ഇയർ അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വയ്ക്കുക. ഇത് നെഗോഷിയേറ്റ് ചെയ്യപ്പെട്ടത് 1987 അതിനുശേഷം എൻഫോഴ്സ് ചെയ്യുന്നത് 1989. Then objective. So as we said, primary objective, Montreal Protocol's primary objective എന്ന് പറയുന്നത് is to phase out production and consumption of ozone depleting substances. ODS എന്ന് പറയും, ozone depleting substances. ഓക്കെ, ഈ പറയുന്ന ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിന്റെ പ്രൊഡക്ഷനും അതിന്റെ കൺസംഷനും പതുക്കെ ഗ്രാജുവലി ഓരോ ഫേസ് ആയിട്ട് ഇല്ലാതാക്കുക. ഓക്കെ, അതായിരുന്നു നമ്മുടെ പർപ്പസ്. ദീസ് സബ്സ്റ്റൻസസ് ഇൻക്ലൂഡിങ് ഏതൊക്കെയായിരുന്നു മേജർ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ
ആസ് വി സെഡ് CFC ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് CFC ആണ്. പിന്നീട് ഹാലോൺസ്, കാർബൺ ടെട്രാക്ലോറൈഡ് ആൻഡ് മീഥൈൽ ക്ലോറോഫോം, ഇവയായിരുന്നു പ്രധാനമായിട്ടും ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. എക്സാമ്പിൾസ് ഓർത്തേക്കുക, എക്സാമ്പിൾസ് ചോദിക്കാം. ക്ലോറോഫ്ലൂറോ കാർബൺ, ഹാലൻസ്, carbon tetrafluoride, carbon tetrachloride, then methyl chloroform were found to be responsible for thinning the Earth's stratospheric ozone layer. As we said, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിരുന്നതായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോണിന്റെ പ്രസൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗുഡ് ബിക്കോസ് ഇറ്റ് ആക്ട്സ് ആസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ. വേറാസ് ട്രോപ്പോസ്ഫിയറിലാണ് ഓസോൺ പ്രസൻസ് ഉള്ളതെങ്കിൽ അത് ഒരു പൊല്യൂട്ടന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അത് നല്ലതല്ല. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ എന്ന് പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നോർമലി ഏരിയയിൽ വരിക. അവിടെ ചോദിച്ചിരുന്നത് എങ്ങനെയാണ്, പ്രസൻസ് ഓഫ് O3 ഇൻ ട്രോപ്പോസ്ഫിയർ ഈസ് ഗുഡ് എന്ന് പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ബിക്കോസ് സ്ട്രാറ്റോസ്ഫിയറിലാണ് O3യുടെ പ്രസൻസ് നമുക്ക് നല്ലതായിട്ട് പറയാവുന്നത്. ദെൻ അച്ചീവ്മെന്റ്സ്. എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് ഈ ഒരു മോൺട്രിയൽ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ടുള്ളത് നോക്കാം. ആദ്യം ഫേസിംഗ് ഔട്ട് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. The protocol has led to significant reduction in the production and consumption of ODS, which has resulted in the gradual recovery of ozone layer. So, as we said, ഏറ്റവും സക്സസ്ഫുൾ ആണെന്ന് പറയാനുള്ള കാരണം ഇതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ODSന്റെ, അതായത് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിന്റെ യൂസും പ്രൊഡക്ഷനും ഒക്കെ പതുക്കെ 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 റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചു. ആൻഡ് വിച്ച് ഇവൻച്വലി ലെഡ് ടു റിഡക്ഷൻ ഇൻ, ആ ഒരു ഡിപ്ലീഷൻ ഇല്ലാതാക്കുകയും അത് കഴിഞ്ഞിട്ട് ഗ്രാജുവലി വി ആർ ഏബിൾ ടു റിക്കവർ ഓസോൺ ലെയർ. അഡോപ്ഷൻ ഓഫ് ഓസോൺ ഫ്രണ്ട്ലി ഓൾട്ടർനേറ്റീവ്. ഈ ഒരു രണ്ടാമത്തെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഓസോൺ ഫ്രണ്ട്ലി ഓൾട്ടർനേറ്റീവ് അഡോപ്റ്റ് ചെയ്യുകയാണ്. ഇൻഡസ്ട്രീസ് ആൻഡ് കൺസ്യൂമേഴ്സ് വെയർ ഷിഫ്റ്റഡ് ടു ഓസോൺ ഫ്രണ്ട്ലി ഓൾട്ടർനേറ്റീവ് സച്ച് ആസ് hydrochlorofluorocarbons, then hydrochlorocarbons which have lower ozone depletion potential. ഓക്കെ, അതായത് നമ്മൾ ആക്ച്വലി ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസുകളുടെ ഉപയോഗം ഒഴിവാക്കി അതിന് പകരം അതിന്റെ ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്താൻ ശ്രമിച്ചു. ലൈക്ക് അതിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് HCFCസും HFCസും ആണ്, ഹൈഡ്രോഫ്ലൂറോ കാർബൺസും ഹൈഡ്രോക്ലോറോഫ്ലൂറോ കാർബൺസും. സോ ഇവ രണ്ടും ഓസോൺ ഡിപ്ലീഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അത് ആ ഒരു പർപ്പസ് വെച്ചുകൊണ്ടാണ് ഓസോൺ ഡിപ്ലീഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇതിനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുകയും നമ്മൾ നേരത്തെ പറഞ്ഞ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ലൈക്ക് ക്ലോറോഫ്ലൂറോകാർബൺ, ഹാലോൺസ്, ദെൻ കാർബൺ ടെട്രാക്ലോറൈഡ്, മീഥൈൽ ക്ലോറോഫോം പോലുള്ളവയുടെ ഉപയോഗം നമ്മൾ ഒഴിവാക്കാനും സാധിച്ചു. ദെൻ ഗ്ലോബൽ ഓസോൺ ലെയർ റിക്കവറി. സയന്റിഫിക് എവിഡൻസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദി ഓസോൺ ലെയർ ഈസ് ഷോയിങ് സൈൻസ് ഓഫ് റിക്കവറി and it is expected to return to the pre-1980 level by mid-century. അതായത് 2050 ആകുമ്പോഴേക്കും ഏതാണ്ട് 1980s ഉണ്ടായിരുന്ന അതേ സിറ്റുവേഷനിലേക്ക് നമ്മൾ തിരിച്ചെത്തും. അതാണ് ഞാൻ പറഞ്ഞത്, ഏതാണ്ട് ഒരു അടുത്ത 50 വർഷത്തിനുള്ളിൽ നമുക്ക് ഓസോൺ ലെയർ പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. Then preventing health and environmental damages. By protecting ozone layer, the protocol has also prevented significant increase in harmful ultraviolet radiation which can lead to health issues such as skin cancer and cataracts. So നമുക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടായിരുന്ന, അതായത് ഓസോൺ ഡിപ്ലീഷൻ അതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുമായിരുന്നെങ്കിൽ ഹെൽത്ത് ക്യാൻസറും അതേപോലെ UV റേഡിയേഷൻ കാരണം ഉണ്ടാകാവുന്ന മറ്റ് പ്രോബ്ലംസും ഒക്കെ ഉണ്ടായേനെ. അത് മിറ്റിഗേറ്റ് ചെയ്യാൻ, അത് ഒഴിവാക്കാനും ഈ ഒരു മോൺട്രിയൽ പ്രോട്ടോകോളിന് കാരണം നമുക്ക് സാധിച്ചു എന്ന് പറയാം. സോ ദീസ് ആർ ദി മേജർ അച്ചീവ്മെന്റ്സ് ഓഫ് മോൺട്രിയൽ പ്രോട്ടോകോൾ. സോ മോൺട്രിയൽ പ്രോട്ടോകോളിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. മോൺട്രിയൽ പ്രോട്ടോകോളിൽ നിങ്ങൾ ഓർക്കേണ്ടതാണ്, മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ടാർഗറ്റ് ചെയ്തിരുന്നത് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസുകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത് ഒഴിവാക്കുക എന്നുള്ളതിലാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നത്. സോ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസുകൾ ഏതൊക്കെയാണെന്ന് ഓർക്കുക: ക്ലോറോഫ്ലൂറോ കാർബൺ, ഹാലോൺസ്, കാർബൺ ടെട്രാക്ലോറൈഡ്, മീഥൈൽ ക്ലോറോഫോം. ദെൻ അച്ചീവ്മെന്റ്സ് ആയിട്ട് പറയുന്നത് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിനെ ഫേസ് ഔട്ട് ചെയ്യാൻ സാധിച്ചു. ദെൻ ഓസോൺ ഫ്രണ്ട്ലി ഓൾട്ടർനേറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. ദെൻ ഓസോൺ ലെയർ റിക്കവറി 2050 ആകുമ്പോഴേക്കും 1980s ലെവലിലേക്ക് നമുക്ക് ഇത് റിക്കവർ ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് സിവിയർ ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഡാമേജസ് ഒഴിവാക്കാനും ഈ ഒരു പ്രോട്ടോകോൾ വഴി സാധിച്ചു. സോ ഇസ് ഇറ്റ് ക്ലിയർ? മോൺട്രിയൽ പ്രോട്ടോകോൾ ഫൈൻ. അടുത്ത പ്രോട്ടോകോൾ, അടുത്ത എഗ്രിമെന്റിലേക്ക് പോവാം. അടുത്തത് ഒരു സമ്മിറ്റ് ആണ്. 1972 നടന്ന പോപ്പുലർലി നോൺ ആസ് സ്റ്റോക്ക്ഹോം സമ്മിറ്റ്, United Nations Conference on Human Environment or Stockholm
സമ്മിറ്റ് എന്ന് പറയും. Often regarded as the first global environmental conference, the Stockholm Conference focused on human environment and led to the establishment of United Nations Environment Program. So 1972-ലാണ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഓഫ് സ്റ്റോക്ക്ഹോം സമ്മിറ്റ് കണ്ടക്ട് ചെയ്തത്. ഈ ഒരു സമ്മിറ്റ് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ കോൺഫറൻസ് ആയിട്ടാണ് പലപ്പോഴും പറയപ്പെടുന്നത്. ഓക്കെ, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള റാംസാർ കൺവെൻഷൻ ഇതിനൊപ്പം തന്നെയുണ്ട്. അത് വെറ്റ്ലാൻഡ്സുമായി ബന്ധപ്പെട്ടാണ്. അതുമായി കണക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു കോൺഫറൻസ്, ഒരു മേജർ കോൺഫറൻസ് ഫോർ ഗ്ലോബൽ എൻവയോൺമെന്റൽ കൺസർവേഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ആദ്യത്തെ കോൺഫറൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റോക്ക്ഹോം സമ്മിറ്റിനെ പറയാം. ഈ സ്റ്റോക്ക്ഹോം സമ്മിറ്റിന്റെ റിസൾട്ട് ആയിട്ടാണ് UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ ഓർക്കാമല്ലോ. അതാണ് നിങ്ങൾ സ്റ്റോക്ക്ഹോം കോൺഫറൻസുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട കാര്യങ്ങൾ. ഫൈൻ. അതുകൂടാതെ സ്റ്റോക്ക്ഹോം സമ്മിറ്റ് പ്രകാരമുള്ള നെഗോഷിയേഷൻസ് പ്രകാരമാണ് ഇന്ത്യയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയത്. ബിക്കോസ് ഈ കോൺഫറൻസ് പ്രകാരം എല്ലാ രാജ്യങ്ങളും അവരവരുടെ ഭാഗത്തു നിന്നും എഫേർട്സ് എടുക്കണം. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള എഫേർട്സ് ഓരോ രാജ്യങ്ങളും അവരവരുടെ ഭാഗത്തു നിന്ന് എടുക്കണം. അതിന്റെ റിസൾട്ടായിട്ട് ഇന്ത്യയിൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കുകയുണ്ടായി. ഓക്കെ, ഇതെല്ലാം ഈ ഒരു സ്റ്റോക്ക്ഹോം കോൺഫറൻസിന്റെ റിസൾട്ട് ആണെന്ന് ഓർക്കുക. ചെറുതായിട്ട് അത്രയും കാര്യങ്ങൾ ബ്രീഫായിട്ടുള്ള നോളജ് മതി. പിന്നെ വരുന്നത് റാംസർ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ്. വെറ്റ്ലാൻഡ്സിലേക്കുള്ള വെറ്റ്ലാൻഡ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കോൺഫറൻസ് എന്ന് പറയാം. അതാണ് റാംസർ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ്. 1971-ലാണ് ഇത് നടന്നത്. റാംസർ കൺവെൻഷൻ ഫോക്കസ്ഡ് ഓൺ കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് വെറ്റ്ലാൻഡ്സ്, റെക്കഗ്നൈസിംഗ് their importance ഫോർ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. വെറ്റ്ലാൻഡ് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഒരു മേജർ സമ്മിറ്റ്. ഇത് നടക്കുന്നത് 1971-ലാണ്. സോ വെറ്റ്ലാൻഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത് റെലവെന്റ് ആണ്. അത് ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ വെറ്റ്ലാൻഡ്സ് ഇതേപടി നിലനിർത്തണം, എന്നാൽ മാത്രമേ സാധിക്കൂ എന്നും ഹ്യൂമൻ വെൽബീയിങ് ഹാപ്പൻ ചെയ്യണമെങ്കിൽ ഹ്യൂമൻ വെൽബീയിങ്ങിന് വേണ്ടിയും വെറ്റ്ലാൻഡ് കൺസർവേഷൻ റെലവെന്റ് ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലൊരു കോൺഫറൻസ് നടത്തിയത്, റാംസാർ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ്. എന്തിലാണ് റാംസാർ കൺവെൻഷൻ ഓർക്ക്? വെറ്റ്ലാൻഡ്സുമായി ബന്ധപ്പെട്ടാണ് റാംസാർ കൺവെൻഷൻ വരുന്നത്. ദെൻ അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, മോൺട്രിയൽ പ്രോട്ടോകോൾ. സോറി, മോൺട്രിയൽ പ്രോട്ടോകോൾ നമ്മൾ പറഞ്ഞാണല്ലോ അല്ലെ. മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ റിപ്പീറ്റേഷൻ ആണ്, ഇഗ്നോർ ദാറ്റ്. റിയോ സമ്മിറ്റ്. മോൺട്രിയൽ പ്രോട്ടോകോൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞു വിട്ടതാണ്. അടുത്തയിലേക്ക് പോകുന്നു, റിയോ സമ്മിറ്റ്. റിയോ സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ കോൾഡ് എർത്ത് സമ്മിറ്റ്. റിയോ ഡി ജനീറോയിൽ 1992-ൽ നടന്ന സമ്മിറ്റ് ആണ് എർത്ത് സമ്മിറ്റ് എന്ന് കൂടി പറയും. സോ എർത്ത് സമ്മിറ്റ് ഒഫീഷ്യലി നോൺ ആസ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, UNCED ആണ്. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. ഇത് ഹാപ്പൻ ചെയ്തത് 1992-ലാണ് ബ്രസീലിൽ റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ് ഈ കോൺഫറൻസ് നടന്നത്. അതുകൊണ്ട് ഇതിനെ റിയോ സമ്മിറ്റ് എന്ന് കൂടി വിളിക്കും. ഓക്കെ, സോ ഇറ്റ് അഡ്രസ്ഡ് എ റേഞ്ച് ഓഫ് എൻവയോൺമെന്റൽ ആൻഡ് ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഇൻക്ലൂഡിംഗ് ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതായത് മേജർ ഏരിയാസ്. റിയോ സമ്മിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന മേജർ ഏരിയാസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് അസസ് ചെയ്യുക, ദെൻ ബയോഡൈവേഴ്സിറ്റി ഇഷ്യൂസ്, അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് നമ്മൾ കൈകാര്യം ചെയ്യും. ഇതൊക്കെയായിരുന്നു റിയോ സമ്മിറ്റിന്റെ മേജർ ഏരിയാസ്. ദി സമ്മിറ്റ് റിസൾട്ടഡ് ഇൻ ദി അഡോപ്ഷൻ ഓഫ് കീ എഗ്രിമെന്റ്സ്. 3 മേജർ എഗ്രിമെന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന് റിയോ ഡിക്ലറേഷൻ, ദെൻ അജണ്ട 21 ആൻഡ് ദി യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCCC. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അത് ക്രിയേറ്റ് ചെയ്യുന്നതും, അതുകൂടാതെ ഫോറസ്റ്റ് പ്രിൻസിപ്പിൾ ഒക്കെ ഉണ്ട്. പല റിസൾട്ട്സും ഇതിലുണ്ട്, എന്നാലും മേജർ വൺസ് മാത്രം നമ്മൾ പറയുന്നു. റിയോ ഡിക്ലറേഷൻ, അജണ്ട 21, ദെൻ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അതേപോലെ ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറയും. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് വന്നത്. സോ റിയോ ഡിക്ലറേഷൻ എന്താണ്? റിയോ ഡിക്ലറേഷൻ ഇറ്റ്സ് എ സെറ്റ് ഓഫ് 27 പ്രിൻസിപ്പിൾസ് that outline the rights and responsibilities of nations and individuals to protect the environment and promote sustainable development. So environment പ്രൊട്ടക്ഷന് വേണ്ടി ഓരോ രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കേണ്ട അവരുടെ റെസ്പോൺസിബിലിറ്റീസും അവരുടെ അവകാശങ്ങളും, ഇതാണ് 27 പ്രിൻസിപ്പിൾസ് എന്നുള്ള രീതിയിൽ യുണൈറ്റഡ് നേഷൻസിന്റെ റിയോ ഡിക്ലറേഷൻ വഴി ഡിസൈഡ് ചെയ്തത്. സോ റിയോ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് 27 പ്രിൻസിപ്പിൾസ്. ഇത് ആക്ച്വലി ഔട്ട്ലൈൻ ചെയ്തത് എന്താ? റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഷൻസ് ആൻഡ് ഇൻഡിവിജ്വൽ. എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് ഓരോ ഇൻഡിവിജ്വലിന്റെ അവകാശങ്ങളും ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ഒബ്ലിഗേഷൻസും എന്താണെന്നാണ്
ഈ 27 പ്രിൻസിപ്പിൾസ് പറയുന്നത്. സോ റിയോ ഡിക്ലറേഷൻ ഈസ് ഓൾ അബൌട്ട് 27 പ്രിൻസിപ്പിൾസ് ഓൺ ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് കേട്ടോ, അങ്ങനെ ഓർക്കുക. ദെൻ അടുത്തത് അജണ്ട 21, എ കോംപ്രിഹെൻസീവ് ആക്ഷൻ പ്ലാൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ദാറ്റ് കവേഴ്സ് വേരിയസ് സെക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് അഗ്രികൾച്ചർ, ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് പോവർട്ടി റിഡക്ഷൻ. സോ ഇതൊരു ആക്ഷൻ പ്ലാൻ ആണ്. അജണ്ട 21 എന്ന് പറയുന്ന ഒരു ആക്ഷൻ പ്ലാൻ ആണ്. ആ ഒരു ആക്ഷൻ പ്ലാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന അഗ്രികൾച്ചർ സെക്ടറിൽ വരുന്ന ഒരു ആക്ഷൻ പ്ലാൻ, അതേപോലെ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ഷന് വേണ്ടിയും ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയും അതേപോലെ പോവർട്ടി ഇറാഡിക്കേഷന് വേണ്ടിയും ഒക്കെയുള്ള കുറെ ആക്ഷൻ പ്ലാനുകളുടെ ഒരു കളക്ഷൻ ആയിരുന്നു ആക്ച്വലി അജണ്ട 21. സോ ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് ആക്ഷൻ പ്ലാൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ. മൂന്നാമതായിട്ട് UNFCCC, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. സോ the framework for addressing climate change, with the ultimate outcome being the adoption of Kyoto Protocol and later the Paris Agreement. So ഈ ഒരു കൺവെൻഷൻ വഴി, അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബോഡി എന്നുള്ള രീതിയിലാണ് ഈ ഒരു യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ. അതിന്റെ ഔട്ട്കംസ് പറഞ്ഞു കഴിഞ്ഞാൽ ക്യോട്ടോ പ്രോട്ടോകോൾ അക്സെപ്റ്റ് ചെയ്യുന്നതിലും അതേപോലെ പാരീസ് എഗ്രിമെന്റിലേക്ക് നയിക്കുന്നതിലൊക്കെ ഈ പറയുന്ന UNFCCക്ക് ഒരു പ്രോമിനന്റ് റോൾ ഉണ്ട്. UNFCCയുടെ കോൺഫറൻസ് ഓഫ് പാർട്ടീസിലാണ് ഈ പറയുന്ന ക്യോട്ടോ പ്രോട്ടോകോളും അതേപോലെ പാരീസ് എഗ്രിമെന്റും ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അത് പിന്നീടാണ്. എനിവേ UNFCCC ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്തിന്റെ റിസൾട്ട് ആയിട്ടാണ് നിങ്ങൾ ഓർക്കണം? 1992 എർത്ത് സമ്മിറ്റിന്റെ റിസൾട്ട് ആയിട്ടാണ്. സോ 1992 എർത്ത് സമ്മിറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്തൊക്കെയാണ്? റിയോ ഡിക്ലറേഷൻ, അജണ്ട 21, UNFCC, അതുകൂടാതെ ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ് കൂടി നിങ്ങൾ ഓർത്തേക്കുക. ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വന്നതാണ്. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഇത്രയും കാര്യങ്ങൾ റിയോ സമ്മിറ്റുമായി ബന്ധപ്പെട്ട് ഓർക്കാമല്ലോ. ഫൈൻ. ഓക്കെ. ഇനി നമ്മൾ പോകുന്നത് അടുത്ത ഒരു കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി 1992 ഈ കൺവെൻഷൻ ക്രിയേറ്റ് ചെയ്തത്. So the Convention on Biological Diversity, often referred to as Biodiversity Convention, നമ്മുടെ സിലബസിൽ അങ്ങനെ നടക്കുന്നത് ബയോഡൈവേഴ്സിറ്റി കൺവെൻഷൻ, is an international treaty established to address convention and sustainable use of biological diversity at both global and national level. So biological diversity പ്രൊട്ടക്ട് ചെയ്യുക. അത് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം? അതിനുവേണ്ടി നാഷണൽ ലെവലിലും ഗ്ലോബൽ ലെവലിലും എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് എടുക്കണം? അത്തരത്തിലുള്ളൊരു ട്രീറ്റി ആയിരുന്നു Convention on Biological Diversity. Okay, so the CBD, Convention on Biological Diversity, was adopted by United Nations Conference on Environment and Development in Rio de Janeiro, Brazil, 1992, and entered into force on December 1993. So 1993 Convention on Biodiversity enforce ചെയ്യുന്നത്. അത് സൈൻ ചെയ്യുന്നത് 1992 Okay, എന്താണ് കൺസെപ്റ്റ് എന്ന് കിട്ടിയല്ലോ? ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ ട്രീറ്റി എസ്റ്റാബ്ലിഷ്ഡ് ടു അഡ്രസ് ദി കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. എങ്ങനെ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ചെയ്യണം, അതേപോലെ ബയോഡൈവേഴ്സിറ്റിയെ എങ്ങനെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് സസ്റ്റൈനബിലിറ്റി കൺസെപ്റ്റ് എന്താ? ഫ്യൂച്ചറിലേക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കണം. അതായത് ഫ്യൂച്ചറിലുള്ളവർക്കും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടണം. ആ രീതിയിൽ സസ്റ്റൈനബിൾ യൂസ് ആയിരിക്കണം ഏതൊരു റിസോഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടത്. സോ ആ സസ്റ്റൈനബിൾ യൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കണം. സോ ഇതിന് രണ്ടിനും വേണ്ടിയാണ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി സൈൻ ചെയ്യുന്നത്. സോ ഒബ്ജക്റ്റീവ്സ് പറയാം. ഫസ്റ്റ് ഇസ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. സോ ദി പ്രൈമറി ഗോൾ ഓഫ് CBD ഇസ് ടു കൺസർവ് വേൾഡ്സ് ബയോഡൈവേഴ്സിറ്റി, ഇൻക്ലൂഡിംഗ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം? ഇക്കോസിസ്റ്റംസ് ആകാം, സ്പീഷീസ് ആകാം, സ്പീഷീസ് വെറൈറ്റീസ് ആകാം, ദെൻ ജനറ്റിക് റിസോഴ്സസ് ആകാം. ഇവയെല്ലാം പ്രൊട്ടക്ട് ചെയ്യുക. ഇറ്റ് റെക്കഗ്നൈസ് ദി intrinsic value of biodiversity and its vital role in supporting ecological stability and human well-being. So biodiversity എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് റെക്കഗ്നൈസ് ചെയ്യുകയും അത് ഇക്കോളജിക്കൽ സ്റ്റെബിലിറ്റി, നമ്മുടെ ഇക്കോളജി അതേ രീതിയിൽ നിലനിൽക്കണമെങ്കിൽ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ചെയ്തേ സാധിക്കും. എന്നാൽ മാത്രമേ ഹ്യൂമൻ വെൽബീയിങ്ങും എൻഷുർ ചെയ്യാൻ സാധിക്കും. അതിനൊക്കെ വേണ്ടി ബയോഡൈവേഴ്സിറ്റിയുടെ പ്രൊട്ടക്ഷൻ എത്രമാത്രം റെലവന്റ് ആണ് എന്ന് പറഞ്ഞു വയ്ക്കുന്ന ഒരു സമ്മിറ്റ് കൂടിയായിരുന്നു CBD. Sustainable use, as we said, the CBD encourages sustainable use of biological resources to ensure that
they are available for current and future generations. ഇന്നത്തെ നമ്മളുടെ ജനറേഷനും വേണം, അതേപോലെ ഫ്യൂച്ചർ ജനറേഷൻസിനും ഇത് അവൈലബിൾ ആയിരിക്കണം. അവിടെയല്ലേ സസ്റ്റൈനബിലിറ്റി വരുന്നത്. സസ്റ്റൈനബിൾ യൂസിനെ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, സോ ഇറ്റ് എംഫസൈസസ് ദി റെസ്പോൺസിബിൾ മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസ് ഇൻ എ മാനർ ദാറ്റ് അവോയ്ഡ്സ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. റെസ്പോൺസിബിൾ കൺസംഷൻ ഫ്യൂച്ചറിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് നമ്മളത് മൊത്തം ഉപയോഗിച്ച് തീർക്കുന്നതല്ല, ഭാവിയിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് കൺസേർവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതിനെയാണ് സസ്റ്റൈനബിൾ യൂസ് എന്ന് പറഞ്ഞത്. ദെൻ ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ്. The convention promotes the fair and equitable sharing of benefits arising from the utilization of generic resources and traditional knowledge. അതായത് ഈ ബെനിഫിറ്റ്സ് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കാം. ഓക്കെ, ഇക്വിറ്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു റീജിയനോ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളോ മാത്രം കൈവശം വെക്കുന്നതിലുപരിയായിട്ട് എല്ലാ ആളുകളിലേക്കും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം ട്രഡീഷണൽ നോളജ് ആയാലും ജനറ്റിക് റിസോഴ്സസ് ആയാലും നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇറ്റ് എയിംസ് ടു എൻഷുർ ദാറ്റ് local communities and countries receive a fair share of benefits derived from their natural resources. ഓരോ രാജ്യത്തിനും നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കുമ്പോൾ ആ രാജ്യത്തിന് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടണം. അത്തരം ഒരു ചിന്താഗതിയും അത്തരം ഒരു കൺസെപ്റ്റും കൊണ്ടുവരിക എന്നുള്ളത് ഇതിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് പറയാം. ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ്. ദെൻ കീ പ്രൊവിഷൻസ് പറയുകയാണെങ്കിൽ നാഷണൽ ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ആക്ഷൻ പ്ലാൻ. സോ ഫസ്റ്റ് തിങ്, ഈ ഒരു സമ്മിറ്റിൽ എൻ്റർ ചെയ്യുന്ന എല്ലാ കൺട്രീസും അവരുടെ നാഷണൽ ആക്ഷൻ പ്ലാൻസിൽ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ഷൻ ഇൻക്ലൂഡ് ചെയ്യാം. അതാണ് ഒന്നാമത്തെ കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്, നാഷണൽ ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ആക്ഷൻ പ്ലാൻസ്. സോ ഇവിടെ ഓർക്കുക, പാർട്ടീസ് ടു ദി CBD ആർ റിക്വയർഡ് ടു ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ആക്ഷൻ പ്ലാൻസ് വിച്ച് സെർവ്സ് ആസ് നാഷണൽ പ്ലാൻസ് ഫോർ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ യൂസ്. അതായത് ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്ന പാർട്ടീസ് അവരുടെ രാജ്യങ്ങളിലും ഇതേ ഈ എഗ്രിമെന്റുമായി സെപ്പറേറ്റ് ആക്ടുകൾ പാസ്സാക്കണം, സെപ്പറേറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള മെഷേഴ്സ് എടുക്കണം. ഇവയാണ് ആദ്യത്തെ കൺസെപ്റ്റ് പറയുന്നത്. ദെൻ ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ്. The CBD includes provisions relating to access to genetic resources and sharing of benefits arise from their utilization. അതായത് ഈ പറയുന്ന ബെനിഫിറ്റ് ഷെയർ ചെയ്യുക, അവരുടെ ഭാഗത്തു നിന്നുള്ള റിസോഴ്സസ് ആണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടണം. ആ രീതിയിൽ ഓരോ രാജ്യത്തിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസിലും അവർക്ക് അതിനകത്തൊരു റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ റിസോഴ്സ് ഷെയറിംഗ് നടത്തേണ്ടത്. ദെൻ ദി നഗോയ പ്രോട്ടോകോൾ ഓൺ ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ്. ഇത് ഒരു കാര്യത്തിന് വേണ്ടി അഡോപ്റ്റ് ചെയ്ത പ്രോട്ടോകോൾ ആണ്, നഗോയ പ്രോട്ടോകോൾ എന്ന് പറയും. അഡോപ്റ്റഡ് ഇൻ 2010 is a supplementary treaty that provides more detailed framework on access and benefit sharing. എനിവേ, നമുക്കിവിടെ പ്രൊവിഷൻസ് മാത്രം ഓർക്കുക. ലൈക്ക് എന്തിനു വേണ്ടിയാണിത്? കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി നിങ്ങൾ ഓർക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമതായിട്ട് കൺവെൻഷൻ എന്താണ്? സസ്റ്റൈനബിൾ യൂസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. കൺസർവേഷനും ദെൻ സസ്റ്റൈനബിൾ യൂസിനെയും പ്രൊമോട്ട് ചെയ്യാം. ദെൻ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു, കൺസർവേഷൻ, സസ്റ്റൈനബിൾ യൂസ് ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ്. അതിന് വേണ്ടിയുള്ള കീ പ്രൊവിഷൻസ് ആണ് പറഞ്ഞത്. ഒന്ന്, നാഷണൽ ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യുക. ദെൻ ബെനിഫിറ്റ് ഷെയറിംഗ്, ഇക്വിറ്റബിൾ ബെനിഫിറ്റ് ഷെയറിംഗ് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരിക. ദെൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഓഫ് ദെയർ. കൺവെൻഷൻ എൻകറേജസ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള റീജിയൻസ് ക്രിയേറ്റ് ചെയ്യുക. ബയോസ്ഫിയർ റിസർവുകളൊക്കെ ഇല്ലേ, അത്തരത്തില് റീജിയൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഏരിയയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഇതിന്റെ പ്രൊവിഷൻ ആയിട്ട് വരുന്നുണ്ട്. ദെൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ക്ലിയറിംഗ് ഹൗസ്. So it's a central information sharing platform that enable parties to exchange information on data and biodiversity. അവരുടെ രാജ്യങ്ങളിലെ ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം ആയിട്ട് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ക്ലിയറിംഗ് ഹൗസും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇതിന്റെ പ്രൊവിഷൻസ് ആണ്. ദാറ്റ് ഈസ് ഇർറെലവന്റ്. ഇതൊന്നും നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. കൺസെപ്റ്റ് മനസ്സിലാക്കുക, ഒബ്ജക്റ്റീവ് മനസ്സിലാക്കുക, ദാറ്റ് വിൽ ബി ഇനഫ്. സോ ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി കൺവെൻഷനെ പറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? Yes, sir. No. Yes, sir. Fine. അടുത്തത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ. 1994 ഒരു കൺവെൻഷൻ ആണ്. അതിന്റെ പ്രധാന എയിം മാത്രം ഓർത്തിരുന്നാൽ അത് വേറെ ഒന്നും തന്നെ വേണ്ട. ദി കൺവെൻഷൻ അഡ്രസ്സസ് ദി പ്രോബ്ലം ഓഫ് ലാൻഡ് ഡീഗ്രഡേഷൻ ആൻഡ് ഡെസർട്ടിഫിക്കേഷൻ. ലാൻഡിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നു. ആ ക്വാളിറ്റി നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക.
അതേപോലെ തന്നെ ഡെസർട്ടിഫിക്കേഷൻ പ്രശ്നങ്ങളും മരുഭൂമിയായി മാറുന്ന സിറ്റുവേഷൻസും ഒക്കെ ഒഴിവാക്കുക. അതിനുവേണ്ടിയാണ് ഈ ഒരു കൺവെൻഷൻ കണ്ടക്ട് ചെയ്തത്. വിത്ത് ദി ഗോൾ ഓഫ് പ്രിസർവിംഗ് ലാൻഡ് റിസോഴ്സസ് ആൻഡ് ഇക്കോസിസ്റ്റം. ലാൻഡ് റിസോഴ്സസും എക്കോസിസ്റ്റവും പ്രിസർവ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോമ്പാക്ട് ഡെസർട്ടിഫിക്കേഷൻ 1994 ക്രിയേറ്റ് ചെയ്തത്. ദെൻ ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോട്ടോക്കോളിലേക്ക് പോകാം. അതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. സോ ഇറ്റ് ഇസ് ഇൻ എക്സ്റ്റൻഷൻ ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCCC. The Kyoto Protocol established a legally binding emission reduction targets for developed countries, also known as Annex 1 countries. അതായത് നമ്മൾ UNFCCയുടെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് ഔട്ട്കം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞതാണ് ക്യോട്ടോ പ്രോട്ടോകോളും പാരീസ് എഗ്രിമെന്റും. സോ UNFCC എന്തായിരുന്നു? റിയോ സമ്മിറ്റിന്റെ ഔട്ട്കം ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു എഗ്രിമെന്റ് ആയിരുന്നു യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. സോ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു ഫ്രെയിംവർക്ക് കൺവെൻഷൻ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് സൈൻ ചെയ്യപ്പെട്ട, അതിന്റെ ആ ഒരു ആഫ്റ്റർ റിസൾട്ട് ആയിട്ട് സൈൻ ചെയ്യപ്പെട്ട ഒരു പ്രോട്ടോകോളാണ്, ഒരു ബൈൻഡിങ് പ്രോട്ടോകോളാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഐ സെഡ് ബൈൻഡിങ്, റൈറ്റ്? എന്തുകൊണ്ടാണ് ഇത് ബൈൻഡിങ് എന്ന് പറയുന്നത്? എല്ലാ രാജ്യങ്ങളും ഇത് സൈൻ ചെയ്യുവാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിരിക്കണം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇതൊരു നോൺ മാൻഡേറ്ററി തിങ് അല്ല, ഇതൊരു മാൻഡേറ്ററി തിങ് ആണ്. മസ്റ്റ് ഫോളോ ചെയ്യണം എന്ന് പറയുന്ന എഗ്രിമെന്റ് ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ. സോ ഇറ്റ്സ് എ ലീഗലി ബൈൻഡിങ് എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ്. എമിഷൻ കുറയ്ക്കാനുള്ള ടാർഗറ്റ് ആണ് വിച്ച് ഹാസ് ഡെവലപ്ഡ് ഫോർ ഡെവലപ്ഡ് കൺട്രീസ്. ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ അനക്സ് 1 പറയുന്ന ഡെവലപ്ഡ് കൺട്രീസ് ആണ്. ഏറ്റവും ഡെവലപ്ഡ് കൺട്രീസ് ആണ് ഈ ഒരു കൺസെപ്റ്റ് വരുന്നത്. അവരവരുടെ എമിഷൻ ലെവൽ കുറയ്ക്കുക. ഇറ്റ് സെറ്റ് ദി ഫ്രെയിംവർക്ക് ഫോർ കാർബൺ ട്രേഡിംഗ് ആൻഡ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം പ്രോജക്ട്സ്. സോ കാർബൺ ട്രേഡിംഗ് കൺസെപ്റ്റും ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. Then Kyoto Protocol is an international treaty that aims to address global climate change by reducing greenhouse gas emission. So എങ്ങനെയാണിത്? ആക്ച്വലി നമ്മൾ പറഞ്ഞു എമിഷൻ കുറയ്ക്കുക, ഏറ്റവും ഡെവലപ്ഡ് കൺട്രീസ് അവരുടെ എമിഷൻ കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പ്രോട്ടോകോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എമിഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് മിനിമമായി കുറയ്ക്കുക. അതിനുവേണ്ടിയാണ് ഈ ഒരു പ്രോട്ടോകോൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇത് അഡോപ്റ്റ് ചെയ്തത് 1997 ആൻഡ് ദർ വാസ് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ അബൌട്ട് ദിസ് തിങ്. ക്യോട്ടോ പ്രോട്ടോകോൾ തന്നെ നമ്മുടെ 2019 20 ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിരുന്നു. ക്യോട്ടോ പ്രോട്ടോകോൾ വാസ് എൻറ്റേർഡ് ഇൻ ടു ഫോഴ്സ് ഓൺ, ഇങ്ങനെ ചോദിച്ചത്, എൻറ്റേർഡ് ഇൻ ടു ഫോഴ്സ് ഓൺ. എന്നാ ഇത് എൻഫോഴ്സ് ചെയ്തത്? 2005 എന്തുകൊണ്ടാണ് 1997 എൻ്റർ ചെയ്ത ഒരു ഡോക്യുമെന്റ് 2005 എൻഫോഴ്സ് ചെയ്യുന്നത്? നൗ യു ഹാവ് തിങ്ക് എന്തുകൊണ്ട്? ആസ് ഐ ഓൾറെഡി ടോൾഡ് യു, ഇതൊരു ബൈൻഡിങ് ഡോക്യുമെന്റ് ആണ്. ബൈൻഡിങ് ഡോക്യുമെന്റ് ആണെങ്കിൽ റാറ്റിഫിക്കേഷൻ ആവശ്യമാണ്. എന്താണ് റാറ്റിഫിക്കേഷൻ? ഓരോ രാജ്യങ്ങളും അവരുടെ പാർലമെന്റിൽ ഈ ഒരു ആക്ട് ഇട്ട് പാസ്സാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ ആ രാജ്യത്തിന്റെ ലോ ആയിട്ട് അത് മാറൂ. സോ ഓരോ രാജ്യങ്ങളും ഈ ഒരു പ്രൊവിഷൻ അവരുടെ രാജ്യത്തിന്റെ പാർലമെന്റിൽ പാസ്സാക്കി എടുക്കാനെടുത്ത ടൈമാണ് ഈ ഒരു 7-8 വർഷങ്ങൾ. ഫൈനലി 2005 എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്ന എല്ലാ പാർട്ടീസും ഈ ഒരു എഗ്രിമെന്റ് അവരുടെ പാർലമെന്റിൽ റാറ്റിഫൈ ചെയ്തതിന് ശേഷം ഈ ഒരു ലോ അല്ലെങ്കിൽ ഒരു മോൺട്രിയൽ പ്രോട്ടോകോൾ ലീഗലി എൻഫോഴ്സ് ചെയ്തത് 2005 എൻഫോഴ്സ് ചെയ്തത്. സോ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് 2005 ആണ്. 1997 ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. റൈറ്റ് ആൻസർ 2005 ആണ് കേട്ടോ, അത് ഓർത്തേക്കാം. ദെൻ കീ ആസ്പെക്ട്സ് ഓഫ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ആദ്യം ഒബ്ജക്റ്റീവിലേക്ക് പോവാം. സോ ദി പ്രൈമറി ഗോൾ ഓഫ് മോൺട്രിയൽ പ്രോട്ടോകോൾ is to mitigate climate change by setting legally binding emission reduction targets for industrialized countries to limit their greenhouse gas emissions. So basically industrialized or ഒരു developing to developed ആ ഒരു കൺസെപ്റ്റിലാണ് അനക്സ് 1 കൺട്രീസ് എന്നാണ് പറയുക. ഏത് കൂടുതലായിട്ടും ഡെവലപ്ഡ് നേഷൻസ് ആണ് അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഈ രാജ്യങ്ങൾ അവരുടെ എമിഷൻ, അവർ എമിറ്റ് ചെയ്യുന്ന ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കുക, ഇതാണ് പ്രധാന എയിം. ഓക്കെ, ഇറ്റ്സ് എ ലീഗലി ബൈൻഡിങ് തിങ്. എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ്സ്. ക്യോട്ടോ പ്രോട്ടോകോൾ എസ്റ്റാബ്ലിഷ്ഡ് എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ് ഫോർ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ഫോർ ദി ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡ് വിച്ച് റാൻ ഫ്രം 2008 to 2012.
ദീസ് വെയർ ബേസ്ഡ് ഓൺ 1990 ലെവൽസ്. അതായത് ഈ ഒരു പ്രോട്ടോകോൾ പ്രകാരം 1990 ലെവൽസ് ബേസ് ചെയ്തിട്ട് അവരുടെ എമിഷൻ കുറയ്ക്കുക. 2008 തൊട്ട് 2012 വരെയുള്ള 4 വർഷങ്ങൾക്കിടയിൽ എമിഷൻ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ ടാർഗറ്റ് ആയിട്ട് പറയുന്നത്. ദെൻ ഫ്ലെക്സിബിൾ മെക്കാനിസം. ഇതിനു വേണ്ടി ഇതിന്റെ ഡിഫറെന്റ് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ, ഒന്ന്, എമിഷൻ ട്രേഡിംഗ് ഈസ് ദെയർ. Annex 1 countries can trade emission allowances among themselves. This allows countries that have reduced emissions beyond their target to sell surplus allowances to countries that exceed their target. എമിഷൻ ട്രേഡിംഗ് എന്ന് പറയും. എമിറ്റ് ചെയ്യാൻ ഒരു ബൗണ്ടറി വെച്ച് കഴിഞ്ഞാൽ, ഒരു ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ, ആ ലിമിറ്റിൽ താഴെ, ഇപ്പോ എമിഷൻ ലിമിറ്റ് എന്ന് പറയുന്ന ഒരു 500 യൂണിറ്റ് ആണെന്ന് വിചാരിക്കാം. ഒരു രാജ്യം അവരുടെ എമിഷൻ 400ലേക്ക് ലിമിറ്റ് ചെയ്തു. സോ അവർക്കൊരു 100 സർപ്ലസ് ഉണ്ടല്ലോ, ആ 100 സർപ്ലസ് വേറൊരു രാജ്യത്തിന് ട്രേഡ് ചെയ്യാം. ദാറ്റ് മീൻസ് കൂടുതൽ എമിറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള രാജ്യങ്ങൾക്ക് ഈ പറയുന്ന സർപ്ലസ് ഉള്ള രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും അവരുടെ എമിഷൻ റൈറ്റ്സ് മേടിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതിനെയാണ് എമിഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എമിഷൻ പൊല്യൂട്ട് ചെയ്യാവുന്ന ആ ഒരു റൈറ്റ് ട്രേഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. സോ മാക്സിമം എമിഷൻ എത്രയാണെന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്, അവരെല്ലാവരും എഗ്രി ചെയ്തതാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഇൻ കേസ് ഏതെങ്കിലും രാജ്യത്തിന് സർപ്ലസ് വരുവാണെങ്കിൽ അത് ബെനിഫിറ്റ് ആവണ്ടേ? അങ്ങനെ ബെനിഫിറ്റ് ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു എമിഷൻ ട്രേഡിംഗ് വന്നിരിക്കുന്നത്. സോ ഏതെങ്കിലും രാജ്യം ഇപ്പൊ 500 ലിമിറ്റ് പറയുന്നു, 200 മാത്രമേ എമിറ്റ് ചെയ്യുന്നുള്ളെങ്കിൽ അവർക്ക് ആ 300 സെല്ല് ചെയ്യാം. എക്സസ് ഉള്ള 300 എമിഷൻ റൈറ്റ്സ് വേറൊരു രാജ്യത്തിന് കൊടുക്കാം. അവരുടെ കയ്യിൽ നിന്ന് പൈസ വെച്ചുകൊണ്ട് ഇത് സെല്ല് ചെയ്ത് ആ ഒരു എമിഷൻ ലെവൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. ഇതാണ് ഒരു എമിഷൻ ട്രേഡിംഗ് കൺസെപ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. This mechanism allows industrialized countries to invest in emission reduction projects in developing countries and receive credits for emission reduced. മറ്റ് രാജ്യങ്ങളിൽ ഇവർക്ക് വേണമെങ്കിൽ എമിഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഒക്കെ മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന രാജ്യങ്ങൾക്ക് ഒരു അഡീഷണൽ ക്രെഡിറ്റ് റിസീവ് ചെയ്യാം. അവർക്ക് they will get benefits. അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രോട്ടോകോൾ പ്രകാരം അഡീഷണൽ ബെനിഫിറ്റ് ഇത്തരത്തിൽ മറ്റ് ഇപ്പോ ഡെവലപ്പിംഗ് നേഷൻസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ എമിഷൻ റെഡ്യൂസ് ചെയ്യാൻ തയ്യാറായി അതിനു വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് നേടിയെടുക്കാനും സാധിക്കും. അതാണ് ക്ലീൻ ഡെവലപ്ഡ് മെക്കാനിസം. ദെൻ ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ. സിമിലർ ടു CDM, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം പോലെ joint implementation allows Annex 1 countries to invest in emission reduction projects in other Annex 1 countries and receive emission reduction units. അതായത് ഇവർക്ക് മറ്റ് രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മറ്റ് രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നും എമിറ്റ് ചെയ്യാനുള്ള അവകാശം ചിലപ്പോൾ മേടിച്ചെടുക്കാനും സാധിക്കും. സർപ്ലസ് എമിഷൻ നടത്തേണ്ട സിറ്റുവേഷനിലൊക്കെ അത് അവർക്ക് ബെനിഫിറ്റ് ആയിട്ടും വരും. ഇതാണ് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ. സോ എമിഷനുമായി ബന്ധപ്പെട്ട എമിഷൻ ട്രേഡിംഗ് ആണ് ബേസിക് കൺസെപ്റ്റ്. അതാണ് ക്യോട്ടോ പ്രോട്ടോക്കോളിന്റെ എൻഡ് റിസൾട്ട് ആയിട്ട് നമുക്ക് പറയാവുന്നത്. Then carbon sinks. The Kyoto Protocol recognizes the role of carbon sinks such as forest in sequencing carbon dioxide. Credits can be generated from afforestation and reforestation projects. അതായത് ഇതെല്ലാം ബെനിഫിറ്റ് കൊടുക്കുകയാണ്, സ്കോർ കൊടുക്കുന്നത് പോലെയാണ്, അഡീഷണൽ ബെനിഫിറ്റ് ഓരോ രാജ്യങ്ങൾക്കും കൊടുക്കുന്നത് പോലെയാണ്. അതായത് കാർബൺ സിങ്സിന് ഒരുപാട് റോളുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്ന ആരാ? ഫോറസ്റ്റ് ആണ്, പ്ലാന്റ്സ് ആണ്. അപ്പോ പ്ലാന്റ്സ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നത് വഴി എന്താ സംഭവിക്കുക? കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുമ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് ക്ലീൻ ചെയ്ത് നല്ലൊരു എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഫോറസ്റ്റ് കവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫോറസ്റ്റ് റീഫോറസ്റ്റേഷനും അഫോറസ്റ്റേഷനും ഒക്കെ എഫർട്ട് കൊടുക്കുന്ന രാജ്യങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ്സും അതിനുള്ള ഒരു അഡീഷണൽ ക്രെഡിറ്റ് കൂടി ഈ ഒരു എഗ്രിമെന്റ് വഴി കിട്ടും. അതാണ് കാർബൺ സിങ്സ് ബിൽഡ് ചെയ്യുന്നതിൽ. കാർബൺ സിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് കവർ കൂടുതൽ ബിൽഡ് ചെയ്യുന്നതും അതേപോലെ റീഫോറസ്റ്റേഷൻ പ്രോജക്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ അതിനും അഡീഷണൽ ബെനിഫിറ്റ് രാജ്യങ്ങൾക്ക് നേടിയെടുക്കാം. Then compliance and accountability. The protocol established procedure for monitoring and reporting emission data, and it introduced a compliance mechanism to ensure that countries meet their emission reduction targets. So, ഇതിനു വേണ്ടി ഒരു പ്രോപ്പർ മെക്കാനിസം ഉണ്ട്. ഓരോ രാജ്യങ്ങളും അവരുടെ എമിഷൻ റിഡക്ഷൻ ടാർഗറ്റുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെ
റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി കംപ്ലയൻസ് മെക്കാനിസം ഇസ് ദയർ. അതുവഴി അവരുടെ എമിഷൻ ടാർഗറ്റുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് എൻഷുർ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള കംപ്ലയൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി മെക്കാനിസം എൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. ദെൻ സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡ്. ദോഹ അമെൻമെന്റ് adopted in 2012 established a second commitment period which extend the Kyoto Protocol until 2020. The period includes new emission reduction targets for some Annex 1 countries. ആദ്യം നമ്മൾ 2012 വരെയാണ് പറഞ്ഞത്. 2008 മുതൽ 2012 വരെയുള്ള ആ ടൈം ഫ്രെയിമിനിടയിൽ 1990 ലെവലിലേക്ക് എമിഷൻ കുറച്ചു കൂട്ടാനായിരുന്നു ടാർഗറ്റ് പറഞ്ഞിരുന്നത്. അത് അറ്റൈൻ ചെയ്യാത്ത രാജ്യങ്ങൾക്ക് 2020 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. 2020 അവരുടെ പൊല്യൂഷൻ ടാർഗറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ദോഹ അമെൻമെന്റ് പ്രകാരം രണ്ടാമത് റീഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ക്യോട്ടോ പ്രോട്ടോക്കോളിൽ ഓർക്കേണ്ടത്. ദെൻ അച്ചീവ്മെന്റ്സ് പറയുകയാണെങ്കിൽ അച്ചീവ്മെന്റ്സ് ഓഫ് ക്യോട്ടോ പ്രോട്ടോക്കോൾ ഇൻക്ലൂഡ് സെറ്റിംഗ് ലീഗലി ബൈൻഡിങ് എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ്സ്. ഫസ്റ്റ് തിങ് ഇതാണ്, നിയമപരമായിട്ട് ലീഗലി ബൈൻഡിങ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നിയമപരമായിട്ട് എൻഫോഴ്സിബിൾ ആണ്, ലീഗലി എൻഫോഴ്സിബിൾ ആണ്. അങ്ങനെ ഒരു ടാർഗറ്റ് ക്രിയേറ്റ് ചെയ്തത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. എസ്റ്റാബ്ലിഷിംഗ് ഫ്ലെക്സിബിൾ മെക്കാനിസം ടു എൻകറേജ് എമിഷൻ റിഡക്ഷൻ. ഓരോ രാജ്യം എമിഷൻ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ അവർക്ക് അഡീഷണൽ ബെനിഫിറ്റ് കിട്ടുവാണ്, അത് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുവാണ്. അവിടെയൊക്കെ എമിഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള സ്ട്രാറ്റജി ഓരോ രാജ്യങ്ങളും എഫേർട്ട് എടുക്കും. ദെൻ ദി റൈസിംഗ് ഗ്ലോബൽ അവയർനെസ് അബൌട്ട് ദി നീഡ് ടു അഡ്രസ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രശ്നങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ച് അഡ്രസ് ചെയ്യാനുള്ള ആവശ്യം എന്താണ്, ഇതിലൊക്കെ ഗ്ലോബൽ അവയർനെസ് ബിൽഡ് ചെയ്യാനും നമ്മുടെ ക്യോട്ടോ പ്രോട്ടോകോൾ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഹൗഎവർ ദി പ്രോട്ടോകോൾ ഹാസ് ഹാഡ് ലിമിറ്റേഷൻസ് ഇൻക്ലൂഡിംഗ് ദി ലാക്ക് ഓഫ് ബൈൻഡിംഗ് ടാർഗറ്റ്സ് ഫോർ സം മേജർ എമിറ്റേഴ്സ് ആൻഡ് ദി ലിമിറ്റഡ് സ്കോപ്പ് ഓഫ് എമിഷൻസ് കവേജ്. അതായത് നമ്മൾ പറയുമ്പോൾ ഇറ്റ് ഈസ് ബൈൻഡിങ് എന്ന് പറയും, പക്ഷെ എല്ലാ കാര്യങ്ങളും ടാർഗറ്റ് അങ്ങനെ 100% എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കാറില്ല. ചില രാജ്യങ്ങൾ, മേജർ എമിറ്റർ ആയിട്ടുള്ള ചില രാജ്യങ്ങൾ ഇതൊന്നും ഏറ്റെടുത്ത് ചെയ്തില്ല എന്നും വരും. അവിടെ ബൈൻഡിങ് ആണെന്ന് പറയുന്നു, എൻഫോഴ്സിങ് മെക്കാനിസം ഉണ്ടെങ്കിലും നമുക്ക് പല കാര്യങ്ങളും എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കാതെ പോയിരിക്കും. അതാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് ക്യോട്ടോ പ്രോട്ടോകോളിൽ ഓർക്കേണ്ടത്. സോ ക്യോട്ടോ പ്രോട്ടോകോൾ എന്തിനെ പറ്റിയാന്ന് ഓർക്കുക, റിഡക്ഷൻ സ്ട്രാറ്റജിയാണ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ എൻഫോഴ്സ് ചെയ്തത് 2005 മേജർ പ്രൊവിഷൻ പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ടത് എന്താ, എമിഷൻ ട്രേഡിംഗ് കൺസെപ്റ്റ് ആണ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് എമിഷൻ ട്രേഡിംഗ്. ആൻഡ് ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. Is it clear now? Yes, sir. Fine. Now, okay. അടുത്തത് പാരീസ് എഗ്രിമെന്റ്. പാരീസ് എഗ്രിമെന്റ് is a landmark international treaty aimed at addressing climate change and its impact by reducing greenhouse emissions and promoting global climate resilience. So climate change അഡ്രസ് ചെയ്യുക, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറയ്ക്കുക, ഇതിനൊക്കെ വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്ത മറ്റൊരു എഗ്രിമെന്റ് ആണ് പാരീസ് എഗ്രിമെന്റ്. It was adopted on December 12, 2015 at the 21st Conference of Parties to the United Nations Framework Convention on Climate Change. UNFCCയുടെ 21ാമത്തെ കോൺഫറൻസിൽ, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയും, അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. UNFCCയുടെ എല്ലാ സമ്മിറ്റുകളെയും COPs എന്നാ പറയുക. സോ കോൺഫറൻസ് ഓഫ് പാർട്ടി 21ാമത്തെ കോൺഫറൻസിലാണ് ഈ ഒരു പാരീസ് എഗ്രിമെന്റ് അഡോപ്റ്റ് ചെയ്തത്. Okay, and agreement entered into force on November 4, 2016. അഡോപ്റ്റ് ചെയ്തത് 2015, എൻഫോഴ്സ് ചെയ്യുന്നത് 2016. ലിമിറ്റ് ഗ്ലോബൽ വാർമിംഗ്. സോ പാരീസ് എഗ്രിമെന്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണിത്. പാരീസ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ദി സെൻട്രൽ എയിം ഓഫ് പാരീസ് എഗ്രിമെന്റ് ഈസ് ടു ലിമിറ്റ് ഗ്ലോബൽ വാർമിംഗ് ടു വെൽ ബിലോ 2 degrees Celsius above pre-industrial levels with an aspirational growth of limiting the increase to 1 degrees Celsius. So question ഇതായിരുന്നു, pre-industrialized ലെവലിന്റെ എത്ര പെർസെന്റ്, എത്ര ഡിഗ്രി ഇൻക്രീസ് ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്, എത്ര ഡിഗ്രിയിലേക്ക് ലിമിറ്റ് ചെയ്യാനാണ് ഈ ഒരു എഗ്രിമെന്റ് പ്രകാരം തീരുമാനിച്ചിരുന്നത് നമ്മൾ ചോദിച്ചിട്ടുണ്ട്.
അവിടെ നിങ്ങൾ ഓർക്കുക, ദി എയിം എന്ന് പറയുന്നത് ടു ലിമിറ്റ് വാർമിംഗ്, ഗ്ലോബൽ വാർമിംഗ് 2 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തുക, 2 ഡിഗ്രി സെൽഷ്യസിൽ താഴെ നിലനിർത്തുക എന്നുള്ളതാണ് എയിം എബോവ് ദി പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽസ്. അതായത് 1850s അല്ലെങ്കിൽ 1857 ആ ഒരു ടൈമാണ് പ്രീ ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പുള്ള ആ കാലഘട്ടത്തിലെ എമിഷൻ അല്ലെങ്കിൽ ടെമ്പറേച്ചറിന്റെ ലെവൽ എത്രയാണോ അതിൽ നിന്നും ഒരു 2% വരെ അല്ലെങ്കിൽ 2 ഡിഗ്രി ഇൻക്രീസിന് ഉള്ളിൽ നിലനിർത്തുക, അതിന് മുകളിലേക്ക് പോവാതെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് പാരീസ് എഗ്രിമെന്റ് ടാർഗറ്റ് ചെയ്യുന്നത്. വിത്ത് ആൻ ആസ്പിറേഷണൽ ഗോൾ ഓഫ് ലിമിറ്റിംഗ് ദി ഇൻക്രീസ് ടു 1.5 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 2 ഡിഗ്രിക്ക് ഉള്ളിൽ നിലനിർത്തുക എന്ന് പറയുമ്പോൾ 1.5-ലെങ്കിലും പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഗോൾ. സോ ദിസ് ഈസ് കൺസിഡർഡ് എ ക്രൂഷ്യൽ ത്രെഷ്ഹോൾഡ് ഫോർ അവോയ്ഡിങ് മോസ്റ്റ് സിവിയർ ഇമ്പാക്ട്സ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് ഇതിനെ പറയാം. 2 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ്, ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസ് 2 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോകാതെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് പാരീസ് എഗ്രിമെന്റ് ടാർഗറ്റ് ചെയ്യുന്നത്. Then mitigation. Parties to the agreement commit to reduce their greenhouse gas emission to contribute to the overall goal of limiting global warming. ഓരോ രാജ്യങ്ങളും എഗ്രിമെന്റ് സൈൻ ചെയ്ത ഓരോ രാജ്യങ്ങളും അവരുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കുക എന്നുള്ളത് കമ്മിറ്റ്മെന്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ദെൻ ദീസ് എമിഷൻസ് റിഡക്ഷൻ ടാർഗറ്റ്സ് ആർ നോൺ ആസ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ്. അതായത് ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ്സ് ഉണ്ട്. അവർ ഓരോ രാജ്യങ്ങളും കുറയ്ക്കേണ്ട എത്രമാത്രം എമിഷൻസ് കുറയ്ക്കണം എന്നുള്ളതിന് ടാർഗറ്റ്സ് ഉണ്ട്. അതിനെയാണ് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അത് ഓരോ രാജ്യങ്ങളുടെയും കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ദെൻ 5-year cycles. ദി പാരീസ് എഗ്രിമെന്റ് ഓപ്പറേറ്റ്സ് ഇൻ എ 5-year cycle with each cycle designed to strengthen climate action. So this cycle includes the following elements. ഓരോ 5 ഇയറിന്റെ ടൈം ഡ്യൂറേഷൻ സൈക്കിൾ എന്നുള്ള രീതിയിലാണ് പാരീസ് എഗ്രിമെന്റ് വർക്ക് ചെയ്യുന്നത്. ഓരോ സൈക്കിളും ടാർഗറ്റ് ചെയ്യുന്നത് സബ്മിഷൻ ആൻഡ് അപ്ഡേറ്റിംഗ് ദി NDCs. സോ പാർട്ടീസ് ആർ എക്സ്പെക്റ്റഡ് ടു സബ്മിറ്റ് ന്യൂ ആൻഡ് അപ്ഡേറ്റഡ് NDC. എന്താണ് NDC? നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ. ഈ നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ഓരോ രാജ്യങ്ങളും അവരവരുടേതായ കോൺട്രിബ്യൂഷൻ ഡിസൈഡ് ചെയ്യണം. അതായത് അവരവരായിട്ട് എത്രമാത്രം കുറയ്ക്കും, എമിഷൻ ലിമിറ്റ് ചെയ്യും എന്നുള്ളത് അവർ പഠിച്ച് അവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ഇത്രയാണെന്നുള്ളത് പറയണം. റിഫ്ലക്റ്റിംഗ് ദെയർ എൻഹാൻസ്ഡ് ക്ലൈമറ്റ് ആംബിഷൻ. സോ അവരെത്രമാത്രം ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യും, എത്രമാത്രം എമിഷൻ കുറയ്ക്കും എന്നുള്ളത് ഓരോ 5 വർഷങ്ങളിലും അടുത്ത 5 വർഷത്തേക്കുള്ള കമ്മിറ്റ്മെന്റ് എന്താണ് എന്ന് ഓരോ രാജ്യങ്ങളും അവരുടേതായ NDC ലിമിറ്റ് പറയണം. Then global stock takes. A global stock take occurs every 5 years to assess the collective process in achieving agreement's goal and to inform future climate action. So ഓരോ 5 വർഷം കഴിയുമ്പോഴും ഗ്ലോബലി എല്ലാ രാജ്യങ്ങളും ചേർന്ന് എത്രമാത്രം എമിഷൻ റെഡ്യൂസ് ചെയ്തു എന്നുള്ളത് പഠിക്കും. അങ്ങനെ ഓരോ 5 വർഷങ്ങളിലും ആ സ്റ്റോക്ക് ലെവൽ എങ്ങനെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അച്ചീവ്മെന്റ്സ് പറയുകയാണെങ്കിൽ ദി പാരീസ് എഗ്രിമെന്റ് കൺസിഡേർഡ് a significant achievement in the global effort to combat climate change. Its adoption by nearly all countries in the world demonstrates a strong commitment to address climate issues. ലോകത്തുള്ള ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും തന്നെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എഗ്രിമെന്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്. റീസെന്റ് ചില രാജ്യങ്ങൾ പിന്മാറിയിട്ടുണ്ട് കേട്ടോ. പാരീസ് എഗ്രിമെന്റിൽ നിന്ന് പിന്മാറുന്നതായിട്ട് അമേരിക്കയൊക്കെ പറഞ്ഞായിരുന്നു. ദെൻ it sets a framework for collective and individual climate action, encouraging countries to increase their climate ambition over time. So അവരുടെ ഓരോ രാജ്യങ്ങളുടെയും ഒരു കളക്റ്റീവ് എഫേർട്ടാണ് അതുവഴി ക്ലൈമറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, നിലനിർത്തുക എന്നുള്ളതാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. സോ എഗ്രിമെന്റ് ഓൾസോ മാർക്ക് ദി ഫസ്റ്റ് ടൈം ദാറ്റ് ആൻ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി കമ്മിറ്റഡ് ടു ദി 1.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ലിമിറ്റ്, which is crucial for the protection of vulnerable ecosystems and communities. ആദ്യമായിട്ടാണ് ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റ് പ്രകാരം നമ്മളുടെ ടെമ്പറേച്ചർ സെൽഷ്യസിനെ 1.5 ഡിഗ്രീസിൽ നിലനിർത്താനുള്ള ഒരു കമ്മിറ്റ്മെന്റ് എല്ലാ രാജ്യങ്ങളും ചേർന്നെടുക്കുന്നത്. 1.5 ഡിഗ്രി ഇൻക്രീസിൽ നിലനിർത്തിയില്ലെങ്കിൽ അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ പല ഇക്കോസിസ്റ്റത്തിലുള്ള പല വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസും ഇല്ലാതായിരിക്കും. ഓക്കെ, പല ജീവജാലങ്ങളും അതോടുകൂടി നശിച്ചു പോയിരിക്കും. അതുകൊണ്ട് 1.5 മാക്സിമം 2-നുള്ളിൽ നിലനിർത്തുക എന്നുള്ളതാണ്
ഈ ടാർഗറ്റ് പറയുന്നത്. So Paris Agreement represents a major step forward in the ongoing effort to reduce greenhouse gas emissions, adapt to climate change, and achieve a sustainable and climate resilient future. So climate ചേഞ്ചിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കമ്മിറ്റ്മെന്റ് അതാണ് 2016 ഈ ഒരു എഗ്രിമെന്റ് വഴി നമുക്ക് കിട്ടിയത്. സോ ഓരോ 5 വർഷങ്ങൾക്കും ഉള്ള NDCs ഡിറ്റർമിൻ ചെയ്യും. ആ NDCs വെച്ചുകൊണ്ട് ഓരോ 5 വർഷം കഴിയുമ്പോഴും ഗ്ലോബലി എത്രമാത്രം നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെ ടാക്കിൾ ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വീണ്ടും നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് ഓരോ 5 വർഷങ്ങളിലും ഡിസൈഡ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് പാരീസ് എഗ്രിമെന്റ്. Okay, then the last agreement, that is International Solar Alliance. പാരീസ് എഗ്രിമെന്റ് ക്ലിയർ അല്ലേ? Is it fine? Then അതിനകത്തില്ലേ ഒരു 5 ഇയർ സൈക്കിൾ പറഞ്ഞില്ലേ, അതൊന്ന് സാർ പറയൂ. അതായത് 2016 കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളും വിചാരിക്കുക അടുത്ത 5 വർഷങ്ങൾ 2021 വരെ ഓരോ രാജ്യങ്ങളുമുള്ള NDC എത്രയാണ്, അതായത് ഓരോ രാജ്യങ്ങളും എത്രമാത്രം ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഈ പറയുന്ന എമിഷൻ കുറയ്ക്കും, ഇതാണ് NDC. ഓക്കെ, അപ്പൊ അടുത്ത 5 വർഷത്തേക്കുള്ള NDC എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യും. അപ്പൊ ആ 5 വർഷം കഴിയുമ്പോൾ ഇവര് ഗ്ലോബലി എത്രമാത്രം കുറച്ചു എന്നുള്ളത് കളക്റ്റീവായിട്ട് നമുക്ക് നോക്കാൻ സാധിക്കും. അങ്ങനെ ഓരോ 5 വർഷത്തെയും സൈക്കിളായിട്ടാണ് ഈ ആക്ഷൻ പ്ലാൻ പോകുന്നത്. Then International Solar Alliance. So International Solar Alliance is an international organization established to promote solar energy adoption and cooperation among solar-rich countries, especially those located between tropics of Cancer and Capricorn. So as you know, ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ റീജിയനിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. എന്തുകൊണ്ടാണ് ട്രോപ്പിക്കൽ റീജിയൻ? ദേ ആർ ആക്ച്വലി സൺഷൈൻ റിച്ച് കൺട്രീസ് എന്ന് പറയും, സോളാർ റിച്ച് കൺട്രീസ് എന്ന് പറയും, സൺഷൈൻ കൺട്രീസ് എന്നൊക്കെ പറയാം. അതായത് നമ്മളുടെ രാജ്യം ഉൾപ്പെടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിലുള്ള ഭൂമധ്യരേഖയ്ക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 23.5 ഡിഗ്രിയും താഴേക്ക് വന്നു കഴിഞ്ഞാൽ 23.5 ഡിഗ്രിയും, അതിന് രണ്ടിനും ആ 2 ലൈനിനും ഇടയിലുള്ള രാജ്യങ്ങളെയാണ് നമ്മൾ ട്രോപ്പിക്കൽ നേഷൻസ് എന്ന് പറയുന്നത്. ഈ രാജ്യങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നത്. സോ ഈ രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു എഗ്രിമെന്റ്, അതായത് കൂടുതൽ സൂര്യപ്രകാശം കിട്ടുമെങ്കിൽ ഇവർക്ക് സോളാർ എനർജി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അത്തരം രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പിങ്ങിനെയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. സോ ദി ഇന്റർനാഷണൽ സോളാർ അലയൻസ് വാസ് ജോയിന്റ്ലി ലോഞ്ച്ഡ് ബൈ ഇന്ത്യ ആൻഡ് ഫ്രാൻസ് ഡ്യൂറിംഗ് ദി 21st കോൺഫറൻസ് ഓഫ് പാർട്ടീസ് to the United Nations Framework Convention on Climate Change in Paris 2015. 2015 പാരീസ് കൺവെൻഷനിൽ പാരീസ് എഗ്രിമെന്റ് സൈൻ ചെയ്ത അതേ കൺവെൻഷനിൽ വെച്ചുകൊണ്ടാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഇന്ത്യയും ഫ്രാൻസും ചേർന്നുകൊണ്ട് ജോയിൻ ചെയ്തത്. ഓക്കെ, objective. So the primary objective of International Solar Alliance is to address energy security and promote sustainable development by harnessing the abundant solar energy available in the solar belt countries. നമ്മളുടെ രാജ്യം ഉൾപ്പെടെ ഈ സോളാർ ബെൽറ്റിൽ വരുന്ന ആ ഒരു രാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന റിസോഴ്സ് എന്ന് പറയുന്നത് സോളാർ എനർജിയാണ്. അപ്പൊ ഈ സോളാർ എനർജി മാക്സിമം യൂസ് ചെയ്യുക, അതുവഴി എനർജി കൺസർവ് ചെയ്യുക, എനർജി പ്രൊട്ടക്ട് ചെയ്യുക, എനർജി സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക, ഇതാണ് പ്രൈമറി ഗോൾ. സോ ഇറ്റ് എയിംസ് ടു ആക്സലറേറ്റ് ദി ഡിപ്ലോയ്മെന്റ് ഓഫ് സോളാർ എനർജി ആൻഡ് റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ ഫോസിൽ ഫ്യൂൽസ്. ഫോസിൽ ഫ്യൂൽസിലുള്ള ഡിപ്പെൻഡൻസി കുറച്ചിട്ട് നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ എനർജി കണ്ടെത്തുന്നത് എവിടുന്നാണ്? കോളിൽ നിന്നാണ്. കോൾ ഇറ്റ്സ് എ ഫോസിൽ ഫ്യൂൽ, റൈറ്റ്? അപ്പൊ ആ ഫോസിൽ ഫ്യൂലിന്റെ ഡിപ്പെൻഡൻസി കുറച്ചുകൊണ്ട് സോളാർ എനർജി, ക്ലീൻ എനർജിയിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക, ക്ലീൻ എനർജി വഴി ഡിപ്പെൻഡ് ചെയ്യുക. അതാണ് ഈ ഒരു കോൺഫറൻസ് വഴി, അതായത് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ടാർഗറ്റ് ചെയ്യുന്നത്. Then key activities and initiatives. First is solar energy promotions. So പല ആക്ടിവിറ്റീസ് വഴിയും സോളാർ പ്രൊജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വഴിയും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തുന്നത് വഴിയും രാജ്യങ്ങൾക്കിടയിൽ, അതായത് ഈ ഒരു ഗ്രൂപ്പിങ്ങിനിടയിൽ സോളാർ എനർജി പ്രൊമോഷൻ നടത്തുക. ഫസ്റ്റ് തിങ്. ദെൻ ഫെസിലിറ്റേറ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ നടത്തുക. ഇതുമായി ബന്ധപ്പെട്ട സോളാർ എനർജിയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് ടീം ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് നടത്താൻ പാടില്ലേ? ഇപ്പോൾ ഇന്ത്യയും മറ്റു രാജ്യങ്ങളും ഈ സോളാർ ഗ്രൂപ്പിങ്ങിന് വരുന്ന മറ്റു രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ജോയിന്റ് വെഞ്ചേഴ്സ് ഒക്കെ നടത്തിക്കൊണ്ട് അതുവഴി സോളാർ എനർജിയെ ബൂസ്റ്റ് ചെയ്യുക. ദെൻ
Solar technology collaboration. So ASA encourages the collaboration in solar technology research and development, fostering innovation in solar energy technologies and applications. Solar energy ബന്ധപ്പെട്ട ടെക്നോളജി ഡെവലപ്മെന്റിന് സപ്പോർട്ട് ചെയ്യുക. Then scaling up solar access. The alliance is committed to expanding access to solar energy in underserved and remote regions, including off-grid and rural areas. എല്ലാ റീജിയനിലേക്കും സോളാർ എനർജി ആക്സസ് എത്തിക്കാം. സോ റൂറൽ ഏരിയാസിലേക്കും അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിംവർക്കിന്റെ ഭാഗമായിട്ട് വരാത്ത ഓഫ് ഗ്രിഡ് ഏരിയാസിലേക്കൊക്കെ ഇത്തരത്തിലുള്ള സോളാർ പവർ എത്തിക്കുക എന്നുള്ളതും ഇതിന്റെ ഭാഗമായിട്ട് വരും. Then training and capacity building. ISA offers training and capacity building programs to enhance the knowledge and skill of personnel involved in solar energy sector. സോളാർ എനർജി സെക്ടറുമായി ബന്ധപ്പെട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ നോളജ് ബിൽഡിങ്ങിനും അവരുടെ സ്കിൽ ഡെവലപ്മെന്റിനും വേണ്ടി ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. Then promoting solar projects. ISA supports the development of solar projects including solar parks, solar mini grids, to increase the use of clean and sustainable solar energy. So altogether solar energy പ്രൊമോട്ട് ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ്സ് എല്ലാം എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് പറയാവുന്നത്. Then membership. The International Solar Alliance is open to all countries located between Tropic of Cancer and Capricorn. As of 2022, 120 രാജ്യങ്ങൾ ISA ഫ്രെയിംവർക്ക് സൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ 75 കൺട്രീസ് റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സൈൻ ചെയ്യുക, റാറ്റിഫൈ ചെയ്യുക. ഐ ഓൾറെഡി ടോൾഡ് യു വാട്ട് ഇസ് ദി കൺസെപ്റ്റ് ഓഫ് റാറ്റിഫിക്കേഷൻ, റൈറ്റ്? റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ പാർലമെന്റിൽ ആ ഒരു എഗ്രിമെന്റ് ഇട്ട് പാസ്സാക്കി എടുക്കുന്നതിനെയാണ് റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി 75 രാജ്യങ്ങൾ ആ എഗ്രിമെന്റ് പാസ്സാക്കി എടുത്തിട്ടുണ്ട്. മെമ്പറായിട്ട് മാറിയിട്ടുള്ള 120 കൺട്രീസും ഉണ്ട്. ഫൗണ്ടർ ഇന്ത്യയും ഫ്രാൻസും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഒരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്തത്. ദി അലയൻസ് ഈസ് ലെഡ് ബൈ ദി അസംബ്ലി ഓഫ് മെമ്പർ കൺട്രീസ് ആൻഡ് ഹാസ് എ സെക്രട്ടേറിയറ്റ് ബേസ്ഡ് ഇൻ ഗുരുഗ്രാം. ഇന്ത്യയിൽ ഗുരുഗ്രാമിലാണ് ഇതിന്റെ ഒരു സെക്രട്ടേറിയറ്റ് വരുന്നത്. അച്ചീവ്മെന്റ്സ്. ISA has made significant strides in promoting solar energy adoption and expanding solar access to member countries. So solar access എല്ലാ റീജിയനിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് കൊളാബറേറ്റീവ് എഫേർട്സ് ഒക്കെ ഈ ഒരു ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ISA is seen as a crucial platform for international cooperation on solar energy, especially in regions with high solar potential. Its efforts align with broader global initiatives to transform clean and renewable energy sources, combat climate change, and achieve sustainable development goals. So climate change ne combat ചെയ്യുന്നതിലും അതേപോലെ SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അറ്റൈൻ ചെയ്യുന്നതിലും ഒക്കെ ഈ ഒരു ഗ്രൂപ്പിങ്ങിന് ഒരു പ്രൊമിനന്റ് റോൾ ഉള്ളതായിട്ട് പറയാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ISAയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ടത്. ഓക്കെ, സോ എല്ലാ ഇന്റർനാഷണൽ എഗ്രിമെന്റ്സും നമ്മൾ ഇന്ന് പറഞ്ഞു. മേജർ വൺസ് ആസ് യു നോ, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ സീ ഹിയർ, നമ്മുടെ സിലബസിൽ പറയാം, അതായിരിക്കും നല്ലത്. സോ നമ്മൾ പറഞ്ഞത് മോൺട്രിയൽ പ്രോട്ടോകോൾ, സീ ഹിയർ, മോൺട്രിയൽ പ്രോട്ടോകോളിനെ പറ്റി നമ്മൾ പറഞ്ഞു. റിയോ സമ്മിറ്റ് പറഞ്ഞു. കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി എന്താണെന്ന് പറഞ്ഞു. ക്യോട്ടോ പ്രോട്ടോകോൾ, പാരീസ് എഗ്രിമെന്റ്, ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇന്റർനാഷണൽ എഫേർട്സ് ഓർ എഗ്രിമെന്റ്സിനെ പറ്റി പൂർണ്ണമായിട്ടും നമ്മളുടെ ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നാഷണൽ എഫേർട്സ് മാത്രമാണ്. അത് 2 ഏരിയാസ് ആണ്. ഒന്ന് നാഷണൽ പ്രൊട്ടക്ഷൻ ആക്ടും നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചും. അതോടുകൂടി നമുക്ക് നമ്മളുടെ ഈ ഒരു സബ്ജക്ട്, അതായത് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് വൈൻഡപ്പ് ചെയ്യാം. സോ ഇസ് ഇറ്റ് ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, താങ്ക് യു. നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സെക്കൻഡ് സെഷൻ 7:30 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ.